മിന്നൽ പിണറായി വീണ്ടും ഹമാസ്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ അഭിമാനവും അഹങ്കാരവുമായ അതിനൂതന മെർക്കാവ 4 ബറാക്ക് മെയിൻ ബാറ്റിൽ ടാങ്ക് തകർത്ത് തരിപ്പണമാക്കി ഹമാസ്. ഭീമാകാരമായ സ്ഫോടക വസ്തുവാണ് ടാങ്കിൽ ഇടിച്ചതെന്ന് യുറേഷ്യൻ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും ഇത് സ്ഥിരീകരിക്കുന്നു. ടാങ്ക് പോസ്റ്റിംഗ് എന്ന പേരിലുള്ള എക്സ് അക്കൗണ്ടിലാണ് തകർന്ന ടാങ്കിന്റെ ഫോട്ടോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. മെർക്കാവയ്ക്കുണ്ടായ കേടുപാടുകൾ പരിഹരിക്കാൻ പറ്റാത്തവയാണെന്ന് വിവിധ കോണുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. റിപ്പോർട്ടുകൾ അനുസരിച്ച് ടാങ്കിന്റെ ഡ്രൈവർ മാത്രമേ രക്ഷപ്പെട്ടു എന്നും ബാക്കിയുള്ളവർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്നുമാണ് സ്ഥിരീകരിക്കുന്നത്. ഹമാസിന്റെ IED ശേഷി സംശയാസ്പദമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത ടാങ്കുകളെ നശിപ്പിക്കാൻ അവർ ശക്തരാണെന്ന് ഇത് തെളിയിക്കുന്നതായി സൈനിക നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഗസയിലേക്ക് സമ്പൂർണ്ണ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് കനത്ത തിരിച്ചടി നൽകി മെർക്കാവോ അതിനൂതന ടാങ്കുകളുടെ നാശം വരുത്തിയിരിക്കുന്നത് ഹമാസ്. ഇതോടെ സേനയ്ക്ക് അത്യന്താധുനിക മെർക്കാവോ 4 MBT നഷ്ടമായേക്കാമെന്ന വാദവും ഉയരുന്നുണ്ട്. ശക്തമായ സ്ഫോടനത്തിൽ ടാങ്കിന്റെ കവചപാളികൾ തുറന്നുപോയെന്നും പല ഭാഗങ്ങളും പൊട്ടിത്തെറിച്ചുവെന്നും സൈനിക ബ്ലോഗർമാർ ചൂണ്ടിക്കാട്ടി. തങ്ങളുടെ ടാങ്ക് നഷ്ടം ഇസ്രായേൽ മറച്ചുവെക്കാറുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും നൂതനമായ ടാങ്ക് ഗസയിലെ മണലിൽ എവിടെയോ തകർന്നു കിടക്കുന്ന വാർത്ത ചില സൈനിക ബ്ലോഗർമാർ കുഴിച്ചെടുത്തുവെന്നാണ് യുറേഷ്യൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്രൂരമായ കരയാക്രമണത്തിനിടെ സംഭവിച്ച അഭൂതപൂർവമായ സംഭവം എന്നാണ് ഇതിനെ യുറേഷ്യൻ ടൈംസ് വിശേഷിപ്പിക്കുന്നത്. അധിനിവേശ സേനയ്ക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ തീവ്രത കാണിക്കുന്നു ഈ ടാങ്കിന്റെ നാശനഷ്ടം. ഇസ്രായേലിന്റെ കണ്ടുപിടുത്തത്തിലെ വിലയേറിയ മെർക്കാവ സീരീസിന്റെ ഏറ്റവും പുതിയതും ഏറ്റവും നൂതനവുമായ വേരിയേഷൻ ആയതിനാൽ മെർക്കാവ MK4 ബരാക്കിന്റെ നഷ്ടം വളരെ വലുതാണ്. 2023 സൈന്യം ഉൾപ്പെടുത്തിയ ഈ യുദ്ധ ടാങ്കിൽ 36 ഡിഗ്രി പകൽ രാത്രി ക്യാമറ കവറേജ്, നവീകരിച്ച സുരക്ഷാ സംവിധാനമായ APS, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന നേരിട്ടുള്ള ഊർജ സംവിധാനം എന്നിവയൊക്കെ ഉൾപ്പെടുന്നു. ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ അഭിമാനമായ ടാങ്കിനെയാണ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. ടാങ്ക് കമാൻഡർക്കായി ഫൈറ്റർ ജെറ്റ് ശൈലിയിലുള്ള ഹെൽമറ്റിൽ ഘടിപ്പിച്ച ഡിസ്പ്ലേയും ലക്ഷ്യങ്ങൾ നേടാനും വേഗത്തിൽ ആക്രമിക്കാനും സഹായിക്കുന്ന പുതിയ സെൻസറുകളും ഉണ്ട് ഇതിൽ. IDF നേരത്തെ ഈ ടാങ്കിന്റെ ചിത്രം ട്വീറ്റ് ചെയ്തിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും VR പരിശീലന ഓപ്ഷനുകളും സജ്ജീകരിച്ചിരുന്നുവെന്നും മെർക്കാവോ MK4 ബറാക്ക് കവചിത സേനയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നും IDF ചിത്രത്തിനൊപ്പം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ പോലെ മെർക്കാവയുടെ അതിനൂതനമായ നിർമ്മിതി അജയ്യമല്ലെന്ന് കാണിക്കുന്നതാണ് പുതിയ സംഭവം. ഇതാദ്യമായല്ല ഇസ്രായേലിന് മെർക്കാവ ടാങ്കുകൾ നഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ അതിർത്തി മേഖലയിലെ നിരവധി മെർക്കാവ ടാങ്കുകൾ നശിപ്പിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തതായി ഹമാസ് അവകാശപ്പെട്ടിരുന്നു. അടുത്തിടെ നശിപ്പിക്കപ്പെട്ട മെർക്കാവ 4 ബറാക്ക് ടാങ്കിന്റെ കൃത്യമായ സ്ഥാനം അറിയില്ലെങ്കിലും ഇത് വടക്കൻ ഗസയിലായിരിക്കുമെന്നാണ് കരുതുന്നത്. ഇവിടെ ഒക്ടോബർ മുതൽ ഇസ്രായേൽ ടാങ്കുകൾ മുന്നേറുന്നുണ്ട്. എന്തായാലും ഇസ്രായേലിന്റെ നൂതനമായ ടാങ്കുകൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഹമാസ്.